ഇന്ന് ഉച്ചയൂണിന് വേണ്ടിയിട്ട് ഞാനൊരു വെണ്ടയ്ക്കപ്പുളിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ കുറച്ച് പയറെടുത്ത് വെച്ചിട്ടുണ്ട് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെണ്ടയ്ക്ക കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, സവാളയും പച്ചമുളകും തക്കാളിയും പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ. അപ്പോൾ ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു അര സ്പൂൺ കടുകും ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ട് ഉണക്കമുളക് ഇട്ട് അത് പൊട്ടി വരുമ്പോൾ ഒരു സവാള അരിഞ്ഞതും 3 പച്ചമുളക് കീറിയിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് വഴറ്റിയ ശേഷം വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുക. വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പൊക്കെ പോകുന്ന വരെ നന്നായി വഴറ്റിയെടുത്തിട്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ മല്ലിപ്പൊടിയും 1.5 സ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുത്ത ശേഷം തക്കാളി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം പാടെ ഒന്ന് നന്നായിട്ട് ചേർത്ത് ഇളക്കിയ ശേഷം പാകത്തിന് പുളിവെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നന്നായിട്ട് അടച്ചു വെച്ച് വേവിക്കുക. പിന്നെ ഇതിലേക്ക് ഒരു അരമുറി തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്. അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കുക. കഷ്ണമൊക്കെ നന്നായി വെന്ത് കുറുകി വരുമ്പോൾ നമുക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കുക. തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2-3 തിള വന്ന ശേഷം നമുക്ക് ഇറക്കി വയ്ക്കാം. അപ്പോൾ വെണ്ടയ്ക്കപ്പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റുള്ളൊരു വെണ്ടയ്ക്ക കറി കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ പാലക്കാട്ടുകാരെ പ്രിയപ്പെട്ട വെണ്ടയ്ക്കപ്പുളിയാണിത്. ഇനി ഞാൻ പയറുകൊണ്ട് ഒരു ഉപ്പേരിയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഞങ്ങൾ പാലക്കാട്ടുകാർ തോരൻ പറയില്ല, ഉപ്പേരി എന്നാണ് പറയുക. അപ്പോൾ എണ്ണ ഒഴിച്ചിട്ട് ഒരു സവാള അരിഞ്ഞത് 2-3 പച്ചമുളക് കീറിയതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് എണ്ണയിൽ വഴറ്റിയിട്ട് അതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കഴുകി വെച്ച പയർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പാകത്തിന് ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. മുമ്പൊക്കെ നമ്മുടെ അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ പാചകം ചെയ്യുമ്പോൾ വീട് മൊത്തം ഒരു മണം പരക്കുമായിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേയൊക്കെ ഞാൻ ഈ പയറൊക്കെ ഉപ്പേരി വയ്ക്കുമ്പോൾ പയറൊക്കെ വേവണ മണം നമുക്ക് അടുക്കളയിൽ വേവുമ്പോൾ ആ വീട് മൊത്തം ആ മണം പരക്കുമായിരുന്നു. പയർ, കൂർക്ക അതുപോലെയുള്ള ഐറ്റംസൊക്കെ. അപ്പോൾ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ മുമ്പത്തെ പോലെ അങ്ങനെ കഷ്ണങ്ങൾ വേവുമ്പോൾ മണമൊന്നും അങ്ങനെ അറിയാറില്ല. അപ്പോൾ ഇനി ഞാൻ അപ്പോൾ പയറുപ്പേരി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് പൂളക്കിഴങ്ങ് ഉണ്ടായിരുന്നു, അത് ഞാൻ കൊത്തി അരിഞ്ഞിട്ട് വൻപയറില്ലേ, വെള്ളപ്പയർ എന്നാട്ടോ ഞങ്ങൾ പറയുക, അത് ചേർത്തിട്ട് കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി ഒരു മുറി തേങ്ങ ചിരവിയതിലേക്ക് 3 പച്ചമുളകും ഒരു 3 ചെറിയ ഉള്ളിയും പിന്നെ ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും പിന്നെ അര ടീസ്പൂൺ ജീരകവും ചേർത്തിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് ഈ വെന്ത കഷ്ണങ്ങളിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടി വെച്ചിട്ട് ഒന്നും കൂടെ ചൂടാക്കി എടുക്കുക. അപ്പോൾ ഇന്നത്തെ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. നല്ല നെല്ലുതേരിയുടെ ചോറും പയറുപ്പേരിയും പിന്നെ വെള്ളപ്പയറും പൂളക്കിഴങ്ങും കൂടി പുഴുക്കും പിന്നെ ഞങ്ങളുടെ വെണ്ടയ്ക്കപ്പുളിയും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.